മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ 4:30 നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുകയാണ്. കണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഏത് പടം? എമ്പുരാൻ. 27-ാം തീയതി വേറെ ഏത് പടമല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ വിക്രമിൻ്റെ ഒരു പടമുണ്ട് കേട്ടോ, ആരും മറക്കരുത്. ഈ ഒരു വേളയിൽ ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അതും ഒന്ന് പറ്റുമെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക. സോ L2 എമ്പുരാൻ. പൃഥ്വിരാജ് ആണ് ഡയറക്ടർ. റൈറ്റർ മുരളി ഗോപി. അതേപോലെ എഡിറ്റ് ചെയ്ത കുറച്ച് വായിക്കാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ലൈക്ക, ശ്രീ ഗോകുലം ഗോപാലൻ, ആശീർവാദ് സിനിമാസ്. ഇനി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മ്യൂസിക് കമ്പോസിങ് ദീപക് ദേവ്. സൂപ്പർബായിരുന്നു, സൂപ്പർ മാൻ, കിഡു. ഒരു ക്ലാസ് മ്യൂസിക്. വെറുതെ EDM അതല്ലാതെ ക്ലാസ് ആയിട്ട് ഓർക്കസ്ട്ര ചെയ്തിട്ടുണ്ട്. കിഡു. സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവൻ. അഗെയിൻ എക്സെപ്ഷണൽ സിനിമാറ്റോഗ്രാഫി, പറയാതിരിക്കാൻ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ. എഡിറ്റഡ് ബൈ അഖിലാഷ് മോഹൻ. അഗെയിൻ എ ഗുഡ് ജോബ്. ഒരുപാട് വേറെ കുറേ സാധനമുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പ്രൈസ് ചെയ്യണം, VFX പ്രൈസ് ചെയ്യണം, ഈ ലൊക്കേഷൻസ് ഹണ്ട് ചെയ്തവർ, ലൊക്കേഷൻസിൻ്റെ പെർമിഷൻ മേടിച്ചവർ, പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയേണ്ട ടെക്നിക്കലി എന്തൊക്കെ സാധനങ്ങളുണ്ട്, ആരൊക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടേക്ക് എ ബൗ ബിക്കോസ് യു ഗൈസ് ഹാവ് ഡൺ എ ബ്രില്യൻ ജോബ്. കാസ്റ്റിംഗ് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഈ ഒരു വീഡിയോ ഒന്നും പറ്റൂല, ഒരുപാടുണ്ട്. നമ്മുടെ പൃഥ്വിരാജ്, മോഹൻലാൽ, മഞ്ജു വാര്യർ, നമ്മുടെ എൻ്റെ അമ്മച്ചി ടോവിനോ, പിന്നെ ഒരുപാടുണ്ട്. കുറേ പുതിയ ആൾക്കാർ. സുരാജ് ചേട്ടൻ, ബൈജു ചേട്ടനൊക്കെ സൂപ്പറായിരുന്നു. സുരാജ് ചേട്ടൻ സൂപ്പറായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന പണിയൊക്കെ അവർ വൃത്തിയായിട്ട് ചേട്ടൻ. പിന്നെ അതേപോലെ ഹിന്ദിക്കാരൊരു ചേട്ടനുണ്ട് കേട്ടോ, അഭിമന്യു സിംഗ്. കീടില്ല മച്ചാൻ, വേറെ ലെവലായിരുന്നു. സാനിയ അയ്യപ്പൻ, കിഷോർ, പിന്നെ നൈല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ലിസ്റ്റ് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വേറെ നോക്കാം. IMDbയിൽ വേറെ കുറേ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മമ്മൂട്ടി IMDbയിലാണ് കേട്ടോ. മമ്മൂട്ടി, രജനീകാന്ത്, കമലഹാസൻ, ടോം ക്രൂസ്, പിന്നെ യവന്മാരൊക്കെ എന്തിട്ട് ചെയ്യണമെന്നറിയോ? അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിജയ് ഉണ്ട് പടത്തിൽ. പിന്നെ ഞാൻ എന്താ പറയുക, എല്ലാവരും ഉണ്ടെങ്കിൽ വിജയ് ഉണ്ട്, അമീർ ഖാൻ. ചിലവർ അമീർ ഖാനെയൊക്കെ പറഞ്ഞു. ഭയങ്കര പടം. ഓൾറെഡി പടത്തിന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ വാട്ട് എവർ ഹീ വാണ്ടഡ് ഹി ഹാസ് പുട്ട് ദ ഹോൾ മണി ഓൺ ദിസ് മൂവി. ആ ഒരു ഫിലിം മേക്കിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മൾ ചില പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു പോവും, ലൈക്ക് ഇത് മലയാള പടമാണോ പണ്ടാരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ബ്രില്യൻറ്റ്. വിഷ്വലി ഇറ്റ് ഈസ് ടോപ്പ് നോച്ച്. അത് ഒന്നും പറയാനില്ല. ആൻഡ് ലാലേട്ടൻസ് ഓറ ആൻഡ് സ്ക്രീൻ പ്രസൻസ് ഇസ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നമ്മൾ ലൂസിഫറിൽ എന്താണ് കണ്ടത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പടവും. ആൻഡ് ദിസ് മൂവി ടോക്സ് അഗെയിൻ അബൌട്ട് പൊളിറ്റിക്സ്, പ്രസൻറ്റ് പൊളിറ്റിക്സ് സിനാരിയോ. ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറിലുള്ള പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് മൂവി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ വെക്കരുത് എന്ന് എനിക്ക് ഇവിടെ ഈ ഒരു നിമിഷം പറയാനുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പടത്തിനെ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. പ്ലീസ് വാച്ച് ലൂസിഫർ ബിഫോർ ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്ത് സാധനത്തിലോട്ടാണ് കയറാൻ പോണതെന്ന്. അല്ലാതെ ഈ പടത്തിന് നിങ്ങൾ ഭയാനകമായിട്ടുള്ള എക്സ്പെക്ടേഷനും അതൊന്നും വെക്കരുത്. അത് ഭയങ്കരമായിട്ട് സിനിമ വ്യൂവിങ്ങിന് അത് ഇത് ചെയ്യും. അതേപോലെ പാക്ഡ് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക വിത്ത് റിയലി എൻഗേജിങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസ്. അത് കാണുമ്പോൾ വേറെ ലെവൽ ഫീലാണ്. സീയിങ് വിത്ത് ദ ഫാൻസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾ OTTയിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഫുഡൊക്കെ കഴിച്ച് കാണുന്നതും നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജറ്റിക് ക്രൗഡിൽ കൂടെ ഇരുന്ന് കാണുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ബട്ട് അഗെയിൻ ദിസ് മൂവി ഈസ് ഡെഫിനറ്റ്ലി ആൻ എൻ്റർടൈനിങ് മൂവി. ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പം എല്ലാ രീതിയിലുമുള്ള ആസ്പെക്ട്സും പൃഥ്വിരാജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ചില സമയത്ത് ഇറ്റ്സ് തോട്ട് പ്രൊവോക്കിംഗ്. ബട്ട് ദർ ആർ ഫ്യൂ തിങ്സ് വിച്ച് ഐ ഫൈൻഡ് കുറച്ച് ഹിൻഡറൻസ് എനിക്ക് തോന്നിയത് അഗെയിൻ വിത്ത് ദ ലെങ്ത് ഓഫ് ദ മൂവി. 3 മണിക്കൂർ ഈ പടം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ചില സീക്വൻസസിൻ്റെ അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ. ദർ ആർ ഫ്യൂ സ്ലോ മോഷൻസ് വിച്ച് കുഡ് ഹാവ് ഓൾസോ ബീൻ ചെയ്യാമായിരുന്നു. ലൈക്ക് അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അതർ ദാൻ ദാറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ മാക്സിമം. ഞാൻ പറഞ്ഞ ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ്. ലെറ്റ് ഇറ്റ് ബി ഓൺ ദ ടോണിങ്, ലെറ്റ് ഇറ്റ് ബി ഓൺ ദ ഷോർട്ട് ഡിവിഷൻസ്, എനിത്തിങ്. പിന്നെ ചില സമയത്ത് നിങ്ങൾക്കൊരു ബാറ്റ്മാൻ്റെ
ഡാർക്ക് നൈറ്റ് റൈസസ് ഒക്കെ ഓർമ്മ വരും. അത് കുഴപ്പമില്ല. പുള്ളി അല്ലെങ്കിൽ പുള്ളി അതൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട് പുള്ളിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് കോമിക് ബുക്സ് ഡാർക്ക് നൈറ്റ് സീരീസാണ് ക്രിസ്റ്റഫർ നോളൻ്റെ. അതിൻ്റെ ചെറിയ കുറേ സാധനങ്ങൾ ഈവൻ ഇൻ സർട്ടൻ മ്യൂസിക്കിലും ഒരു സാധനം അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയാം കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു സാധനമാണ്, അങ്ങനത്തെ ഒരു ആർക്കാണ് പുള്ളി പിടിച്ചേക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ഒരു ഡാർക്ക് ഏഞ്ചൽ ഹൂ ഇസ് ദ സേവിയർ ആൻഡ് ഇറ്റ്സ് ഓൾസോ ടോക്സ് അബൌട്ട് ലോട്ട് ഓഫ് നെക്സസ്. നമ്മളെയൊക്കെ പറ്റി കോൺസ്പിറസി തിയറി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇത് കോൺസ്പിറസി തിയറി ആണോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ലൈക്ക് അങ്ങനെ ഒരുപാട് കുറേ ഫൺ സാധനങ്ങൾ ഉണ്ട്. പിന്നെ മറ്റേ ഒരു സാധനമുണ്ട്, ഒരു പക്ഷിയുടെ ചിറകുള്ള ഒരു സിമ്പിൾ. ദാറ്റ് ഈസ് വെയർ ലൈക്ക് ഒരുപാട് ബ്രൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവരൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അവരാണ് ഈ ലോകം ഭരിക്കുന്നത്. അവരുടെ എന്താണ് പറഞ്ഞാൽ അഡ്വൈസസിലാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. ഓരോ വർഷം എങ്ങനെയാണ് കലണ്ടർ സെറ്റ് ചെയ്യണമെന്നൊക്കെ പല 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 കോൺസ്പിറസീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? അത് എപ്പോഴും ചർച്ചയാവുന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനത്തെ ഒരു പടം. നെക്സ്റ്റ് പാർട്ട് ഏകദേശം ഹിൻഡ് ചെയ്തിട്ടാണ് സിനിമ കൊണ്ട് നിർത്തുന്നത്. L3 വരും, അതിൻ്റെ ടൈറ്റിൽ ഉണ്ട്. ഞാൻ അബദ്ധത്തിൽ അത് ട്വിറ്ററിൽ പറഞ്ഞായിരുന്നു. അത് പക്ഷേ വലിയൊരു തെറ്റായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ടൈറ്റിലും സ്പോയിലർ ഉണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഈ അടുത്ത സിനിമയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണാം. പോസ്റ്റ് ക്രെഡിറ്റ്സ് എൻഡ് ക്രെഡിറ്റ് സീനൊന്നും ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. സോ എമ്പുരാൻ വാസ് ഗുഡ്. ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. ഇറ്റ് വാസ് എൻ എൻ്റർടൈനിങ് മൂവി. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങളും പറയുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ബട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദ സ്പോയിലർ ടെറിട്ടറി. അത് നിങ്ങളുടെ മൂവി വാച്ചിങ്ങിനും കൂടെ അത് ഇത് ചെയ്യും. ബട്ട് ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് ഒരു അങ്ങനെ ഭയാനകമായിട്ടുള്ള ഒരു പീക്കിലൊന്നും കൊണ്ട് വെക്കാതെ ഇത് ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കയറുക. then you will definitely enjoy this movie. പക്ഷേ there are certain scenes which I was like എങ്ങനെ എടുത്തത് അത് ഞാൻ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അത് പൃഥ്വിരാജ് ആയതുകൊണ്ടാവാം. പൃഥ്വിരാജ് ഡിമാൻഡ് ചെയ്താൽ കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടേ. നമ്മൾ പറയണം അത് അങ്ങനത്തെ സീൻ വേണം, നമ്മളിങ്ങനെ ഒരു സീൻ അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പറയാനാ ഒരു കാര്യം ചെയ്ത് ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാൻ പറയും. VFX പോലും കഴിച്ചിട്ടില്ല. ബട്ട് ഇത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പറഞ്ഞ പ്രൊഡ്യൂസർ ചെയ്യും. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഹി ഹാസ് ബിൽഡ് ഹിസ് കോൺടാക്ട് ആൻഡ് ബ്രില്യൻ്റ്. ഞാൻ പറയും പൃഥ്വിരാജിന് മാത്രമേ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് പ്രൊഡ്യൂസർമാർ കൊടുക്കൂല. ഇത് തന്നെ ഞാൻ പറയില്ല, ഒരുപാട് കോടികൾ പൊട്ടിച്ച പടമാണ്. ആ കോടികൾ പൊട്ടിച്ചത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രയ്ക്കും വൈഡ് ക്യാൻവാസിൽ എല്ലാം വൈഡാണ്. മറ്റേ നമ്മൾ ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കുന്നത്. ഈ സിനിമയിലൊക്കെ ക്ലോസ് എടുക്കണമുണ്ടല്ലോ, ബഡ്ജറ്റ് കുറയ്ക്കാനാണ്. അത് ആരും കാണരുത്, പുക മറയായിട്ട് കാണിക്കേണ്ടത് മാത്രം കണ്ടാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് പറയുക. ദിസ് ഇസ് വാട്ട് ഐ തോട്ട് അബൌട്ട് L2 എമ്പുരാൻ. ഗുഡ് മൂവി, ഗുഡ് ലാലേട്ടൻ മൂവി. നൗ ലെറ്റ്സ് വെയിറ്റ് ഫോർ തുടരും. ബസൂക്ക ഇന്നലെ ട്രെയിലർ വന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ല. ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ്. അതും കൂടെ ഇന്ന് പറ്റുമെങ്കിൽ റിയാക്ട് ചെയ്യാൻ. ഐ വോണ്ട് ടു സീ വീരദൂര സൂര, നമ്മുടെ വിക്രമിൻ്റെ പടം. ഇന്ന് ടൈം ഉണ്ടെങ്കിൽ അതും പോയി കാണും. എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. 30-ാം തീയതി ആയിരിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ ബൈ.